ഫ്രണ്ട്സ്, അപ്പോൾ വിഷു ഇതാ എത്തിക്കഴിഞ്ഞു. വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിലാട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണിക്കൊന്ന ബോട്ടിൽ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് വിഷുക്കണിയാണ്. വിഷുക്കണിയും കണിക്കൊന്നയൊക്കെ അത് ക്ലേ യൂസ് ചെയ്യാതെ രണ്ട് മോഡലിൽ ഒരു ബോട്ടിൽ തന്നെ രണ്ട് തരത്തിൽ വിഷുക്കണിയൊക്കെ ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലേ യൂസ് ചെയ്യാതെ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സപ്പോർട്ട് കിട്ടും. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷുക്കണിയൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസ് ബോട്ടിലാണ് നമ്മുടെ വിഷുക്കണി ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടി തുല്യ അളവിലെടുത്തിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒരു 2-3 ലെയർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിൽ ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറേ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഗൂഗിൾ ഇമേജസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് പ്രിൻ്റ് എടുക്കാം. കളർ പ്രിൻ്റ്, നോർമൽ പ്രിൻ്റാണ്, നോർമൽ കളർ പ്രിൻ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചെടുത്തിട്ട് പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗൂഗിൾ ഇമേജസ് നമുക്ക് വിളക്ക് കിട്ടിയിട്ടില്ല. വിളക്ക് ഞാൻ ഇതുപോലെ ഗൂഗിൾ ഇമേജസിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് ട്രേസിങ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് വരച്ചെടുത്തതാണ് കേട്ടോ. അത് ആ വിളക്കും കട്ട് ചെയ്തിട്ട് ഇനി ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകണം. എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് പ്ലേസിൽ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ക്ലേ മോഡലിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ ഒന്നും അധികം വശമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്യാൻ പറ്റുന്ന മോഡലിലുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഈ പിക്ചേഴ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ വിളക്ക് വരച്ചതാണല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പിക്ചേഴ്സൊക്കെ നമ്മളൊന്നും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് ഡിമ്മായിട്ടിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ ഒന്നും കൂടി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ് ഈ പിക്ചറിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആദ്യം ഞാൻ താഴെ ഭാഗം ഓറഞ്ച് മേലെ വൈറ്റ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ മൊത്തം ഇതുപോലെ ബ്ലാക്കായിട്ട് അടിച്ചു കൊടുത്തു. അടുത്ത പണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിൽ ക്ലേ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലേക്ക് പകരം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇനി നോക്കാം. നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സിൽ ഇതുപോലെ എടുത്ത് ഇങ്ങനെ തിരി തെറുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണിക്കൊന്നേരെ സ്റ്റെമ്മാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിനി വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ക്ലേ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ക്ലേ യൂസ് ചെയ്യാത്ത ഒരു ബോട്ടിലാട്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് സ്റ്റിക്ക് ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് പംകിൻ സീഡ്സ്, മത്തങ്ങേരെ കുരു വെച്ചിട്ടാണ് കണിക്കൊന്ന പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 5 ഇതളുള്ള കണിക്കൊന്ന പൂക്കൾ ഇതുപോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ്, നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. അതിൻ്റെ സെൻറ്ററിലായിട്ട് കണിക്കൊന്ന പൂവിൻ്റെ സെൻറ്ററിലൊരു ഇതുപോലെ ഉണ്ടായിരിക്കും. ടിഷ്യൂ പേപ്പർ തന്നെ ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് നമ്മൾ തെറുത്തെടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായിട്ട് നമ്മൾ കണിക്കൊന്നേരെ കൊലയുടെ അടിഭാഗത്ത് ഇതുപോലെ മുട്ടുകൾ കാണും. അതിനായിട്ട് ഒലീവിൻ്റെ സീഡ്സാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. 2-3 എണ്ണം അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പംകിൻ്റെ സീഡ്സ് തന്നെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിതിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണിക്കൊന്നേരെ കളർ എല്ലാവർക്കും അറിയാലോ, യെല്ലോ കളറാണ്, സ്വർണ്ണ നിറമുള്ള കണിക്കൊന്നയാണ്. അപ്പോൾ മഞ്ഞ കളർ നമ്മൾ അക്രലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. സെൻറ്ററിൽ നമ്മൾ ആ കുഞ്ഞ് ടിഷ്യൂ പേപ്പർ തെറുത്തിട്ട് ആക്കിയതിന് ഗ്രീൻ കളറും സ്റ്റെമ്മിനും ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടിൽ ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറും കൂടി ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് നമ്മളതിന് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ താഴെയും കൂടി കുറച്ച് കണിക്കൊന്ന പൂക്കൾ കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ കണ്ടില്ലേ, ഗ്ലൂ ഗണ്ണാവുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ 2 സൈഡിലും ഓരോ കണിക്കൊന്ന പൂക്കൾ വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് കളർ ചെയ്ത് കൊടുത്താൽ മതി. അതും ഒരു എളുപ്പപ്പണിയാണ്. അപ്പോൾ അതിന് സ്റ്റെമ്മിന് ഗ്രീൻ കളറും പിന്നെ ഫ്ലവറിന് യെല്ലോ കളറും. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡനൊക്കെ എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഓറഞ്ച് കളറ്, നമ്മുടെ പിക്ചറിന് ചുറ്റും ഒരു ഓറഞ്ച് കളർ അതുപോലെ ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വാർണിഷ് അടിച്ച് കൊടുക്കാം. കഴിഞ്ഞു. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള വിഷുക്കണി ബോട്ടിൽ ആർട്ട്, ഫസ്റ്റത്തെ വിഷുക്കണി ബോട്ടിൽ ആർട്ട് ഇതാ റെഡിയായി. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ തന്നെ മറ്റേ സൈഡിലാണ് രണ്ടാമത്തെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പിക്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. മിററായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ബിസ്ക്കറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയൊക്കെ റാപ്പർ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. അടുത്തത് ഉരുളിയാണ്. ഉരുളിയിൽ നമ്മൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ഉരുളിയുടെ ആ ഷേപ്പിൽ നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലേ വേണമെങ്കിൽ ക്ലേ യൂസ് ചെയ്യാം. ക്ലേക്ക് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല ക്ലേ യൂസ് ചെയ്തിട്ടല്ലാന്ന്, മൈദ മാവ് ഉപ്പും വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൗഡർ കയ്യിലും അവിടെ സർഫസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ആ ഉരുളിയുടെ മേലെ കുറച്ചും കൂടി വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ടിഷ്യൂൻ്റെ മേലെ. എന്നിട്ട് നമ്മുടെ മൈദ മാവ് മിക്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മൈദ മാവ് കൊണ്ട് ഇങ്ങനെ മിക്സ് ഉണ്ടാക്കുമ്പോൾ ഉപ്പും വെള്ളത്തിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ മൈദ മാവ് എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയലൊക്കെ ആണല്ലോ, നമുക്ക് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പും വെള്ളത്തിലാവുമ്പോൾ ആ പ്രശ്നം വരില്ല. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നും നമ്മുടെ പിക്ചറിലുള്ള ഓരോന്നും, ഇതിപ്പോൾ പ്രിൻ്റ് എടുക്കണമെന്നില്ല, നമുക്ക് വരച്ചെടുത്താലും മതി. വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഓരോ കണിയിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ വേണമെന്ന്, ചക്ക, മാങ്ങ, ഓറഞ്ച്, അതുപോലെ ഫ്രൂട്ട്സ്, ഏതെങ്കിലും ഇഷ്ടമുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കണി വയ്ക്കുമ്പോൾ വയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ തയ്യാറാക്കി വയ്ക്കാം. പിന്നെ ഒരു പാത്രം നമ്മുടെ പ്രിൻ്റ് എടുത്ത പിക്ചറിലുണ്ടായതാണ്. കുറച്ച് കോയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ അതുപോലെയുള്ളതൊക്കെ വെക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ആ പിക്ചറിലുള്ള സംഭവങ്ങളുടെയൊക്കെ മേലെ ഇതുപോലെ ആ മൈദയുടെ മിക്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലേ ആയാലും മതി. അപ്പോൾ എൻ്റെ ക്ലേ ഓപ്പൺ ചെയ്തിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ അത് കട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത വഴി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ മൈദ മാവിൻ്റെ ഈ സംഭവം യൂസ് ചെയ്തിട്ട്, അപ്പോൾ കുറേ പേർക്കൊക്കെ മൈദ ഉണ്ടാവും വീട്ടിൽ, ക്ലേ ഇല്ലാത്തവരുണ്ട്, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ടൊക്കെ വെക്കും. അപ്പോൾ അത് വെച്ചു. പിന്നെ നമ്മൾ ഇനി വിളക്കും റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ കൃഷ്ണൻ്റെ നമ്മുടെ ആ പിക്ചറിൻ്റെ മേലെ ജസ്റ്റ് ഇത് ആ ഷേപ്പിൽ ഒട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഓരോന്നിൻ്റേതായിട്ടുള്ള കളർ അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കൃഷ്ണൻ്റെ ഫേസ്, അതുപോലെ കിരീടം, മയിൽപ്പീലി, ഓടക്കുഴൽ, ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഭയങ്കര വെയിലുള്ള ടൈം ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇനി നമ്മൾ കളർ ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെയിലൊന്ന് ആറും, അപ്പോൾ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറുള്ളതിനൊക്കെ നമ്മളിപ്പോൾ യെല്ലോ കളർ അടിച്ചു കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സിന് ഓറഞ്ചിൻ്റെ കളറ്, പിന്നെ റെഡ് കളർ ആപ്പിള്, വെള്ളരിക്ക, മുന്തിരി, മാങ്ങ, പഴം, ഇതിനൊക്കെ കളർ ചെയ്ത് കൊടുത്തു. എല്ലാം അതിൻ്റേതായിട്ടുള്ള പിക്ചറിലുള്ള കളർ നമ്മൾ പഠിച്ചു കൊടുത്തു. പിന്നെ യെല്ലോ കളറാണ് നമ്മൾ ആദ്യം കൊടുത്തത്. അതിൻ്റെ മേലെ പേൾ മെറ്റാലിക് കളേഴ്സ് അടിച്ചു കൊടുത്തു. പിന്നെ മയിൽപ്പീലിക്ക് കളർ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനും നമ്മളിപ്പോൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ് നമ്മുടെ മൈദ ക്ലേക്ക് കിട്ടില്ല കേട്ടോ. ഒറിജിനലിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ബാക്കി കളറിങ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് കൊടുത്തു. പിന്നെ കണിക്കൊന്നൊക്കെ ഫസ്റ്റ് ചെയ്ത അതേ മോഡലിൽ തന്നെ മത്തങ്ങേരിയും ഒലിവിൻ്റെയും കുരുക്കളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ വിഷുക്കണി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞോടുകൂടി ആകെ തവിട് പൊടിയായി എന്ന് പറയാം. ഈ ഒരു സൈഡ് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്ത് സാവധാനം പോലെ സാവകാശത്തിൽ നല്ല പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ പറ്റും. അപ്പോൾ ലാസ്റ്റ് വാർണിഷ് അടിക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ, എന്നാലാണ് അത് കുറേ നാൾ കേടാവാതെ ഇരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.